ദില്ലി സ്ഫോടനത്തിനെ പറ്റിയുള്ള ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൽ എത്തി നിൽക്കുമ്പോൾ വമ്പൻ പ്രസ്താവനയുമായി ബലൂച്ച് തലവൻ മീർ യാർ. ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ എപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുള്ളവരാണ് ഈ ബലൂച്ച് നേതാക്കൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനോട് ഉള്ളിൽ നിന്ന് പോരാടാൻ തങ്ങൾക്ക് ആയുധം നൽകൂ എന്നൊക്കെ ബലൂച്ച് നേതാക്കൾ പറഞ്ഞത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇപ്പോഴിതാ ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ഒരു വാക്പോരും സൈനിക നീക്കങ്ങളും നടക്കുന്നതിനിടയിൽ ഇന്ത്യക്ക് ഒരു വലിയ ഓഫറുമായിട്ടാണ് ഇക്കുറി ബലൂച്ച് പോരാളികൾ വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരു കാലത്തും ഭീകരവാദം നിർത്തില്ലെന്നും ഇന്ത്യ പാകിസ്ഥാനെ ഇസ്രയേൽ അടിക്കുന്നത് പോലെ അടിക്കണം, അങ്ങനെ ചെയ്താൽ മാത്രമേ ഇന്ത്യൻ ആക്രമണങ്ങളെ ഇന്ത്യ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ അടിക്കുന്നത് പോലെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആക്രമണങ്ങളെ ഒരു മാസം പോലും നേരിടാൻ പാകിസ്ഥാന് കഴിയില്ല എന്നും മീർ യാർ പറഞ്ഞു. ഒപ്പം പാകിസ്ഥാന്റെ മർമ്മസ്ഥാനം കൂടി ഇന്ത്യക്ക് വേണ്ടി ബലൂചിസ്ഥാനിലെ പ്രതിരോധ വിശകലന വിദഗ്ധർ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് അവിടെ എവിടെ എങ്ങനെ അടിച്ചാൽ ഇവൻ പെട്ടെന്ന് നിലപതിക്കും എന്നുള്ള സൂചനകൾ. അതായത് അടുത്ത തവണ പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധമോ സംഘർഷമോ ഉണ്ടാകുമ്പോൾ ന്യൂഡൽഹി അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും ആയുധങ്ങൾ നൽകണം, ഇതാണ് ഡിമാൻഡ്. എങ്ങനെയുള്ള ആയുധങ്ങൾ? പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ കെൽപ്പുള്ള പ്രതിരോധ സംവിധാനങ്ങൾ. കൂടാതെ അഫ്ഗാൻ മണ്ണിൽ നിന്ന് സൈനിക നടപടികൾ ആരംഭിക്കുന്നതിനായി ബഗ്രാം ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനിൽ കുറഞ്ഞത് 10 താവളങ്ങളെങ്കിലും ഇന്ത്യ തുറക്കണം. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ലക്ഷ്യമിട്ട് പറക്കുമ്പോൾ അത് പാകിസ്ഥാനുള്ളിൽ നിന്ന് തന്നെ അടിച്ചിടുകയാണെങ്കിൽ, ഒപ്പം പടിഞ്ഞാറൻ ഭാഗത്തുള്ള അഫ്ഗാനിൽ നിന്നും ആക്രമണം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ദിവസങ്ങൾക്കുള്ളിൽ അടിയറവ് പറയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബലൂചിസ്ഥാനിലെ ധാതു സമ്പത്തിന്റെ നിയന്ത്രണം ബാഹ്യശക്തികൾ ഉടൻ ഏറ്റെടുക്കുമെന്നും അതിന്റെ ഫലമായി പാകിസ്ഥാന് കോടിക്കണക്കിന് ഡോളറിന്റെ വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുമെന്നുള്ള മീർ യാറിന്റെ ആശങ്കയാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാന് ആയുധങ്ങൾ നൽകി പിന്തുണ കൊടുത്ത ഒടുക്കം അവരുടെ കയ്യിൽ നിന്ന് പണി വാങ്ങിക്കൂട്ടിയ അമേരിക്കയുടെ ഉദാഹരണം നമുക്ക് മുൻപിലുണ്ട്. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ബലൂചിസ്ഥാന്റെ നേതാക്കളുടെ പ്രസ്താവനകളോട് യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.